DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 17 തിങ്കൾ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പില്ല. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പവനൊറ്റയടിക്ക് 400 രൂപ വർദ്ധിച്ചതോടെ വീണ്ടും 1,14,000-ന് മുകളിൽ എത്തിയിരിക്കുകയാണ് സ്വർണ്ണവില. ഗ്രാമിന് ആനുപാതികമായി 50 രൂപയാണ് വർദ്ധിച്ചത്. 14,270 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില. അടുത്ത അറിയിപ്പ്, ഓണാഘോഷ ദിനത്തിൽ വിദ്യാർത്ഥികൾക്ക് ആഗ്രഹപ്രകാരം ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിച്ച് സ്കൂളിലെത്താൻ അനുമതി നൽകിയിരിക്കുകയാണ്. ഓഗസ്റ്റ് 21-ന് സ്കൂളിൽ നടക്കുന്ന ഓണാഘോഷത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് യൂണിഫോം ഇളവ് നൽകാൻ വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓണാഘോഷവേളകളിൽ യൂണിഫോമിന് പകരം വിദ്യാർത്ഥികൾ അവരുടെ താൽപര്യപ്രകാരമുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ആഘോഷങ്ങളുടെ ഭാഗമാകാം. ഇത് സംബന്ധിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, വർഷങ്ങളായി യാതൊരുവിധ സാമ്പത്തിക ഇടപാടുകളും നടത്താത്ത പഴയ ബാങ്ക് അക്കൗണ്ടുകൾ ഉടൻ പരിശോധിക്കണമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. തുടർച്ചയായി 2 വർഷത്തിലധികം ഇടപാടുകൾ നൽകാതിരുന്നാൽ ബാങ്കുകൾ അത്തരം അക്കൗണ്ടുകളെ ഇനാക്റ്റീവായി കണക്കാക്കും. ഇത്തരത്തിലുള്ള അക്കൗണ്ടുകളിൽ തുകയുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടില്ലെങ്കിലും അക്കൗണ്ട് വീണ്ടും സജീവമാകാതെ പണം പിൻവലിക്കാൻ സാധിക്കില്ല. ബാങ്ക് ശാഖയിൽ നേരിട്ടെത്തിയോ വീഡിയോ KYC വഴിയോ ആവശ്യമായ രേഖകൾ സമർപ്പിച്ച് ഇത് പൂർത്തിയാക്കാവുന്നതാണ്. അടുത്ത അറിയിപ്പ്, വീടുകളിൽ പാചകത്തിന് LPG ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവർക്ക് ഗ്യാസ് മസ്റ്ററിംഗ് ചെയ്യണമെന്ന അറിയിപ്പുകളൊക്കെ എത്തിയിരുന്നു. 2024-ൽ ആരംഭിച്ച ഗ്യാസ് കണക്ഷൻ എടുത്തവരുടെ KYC അപ്ഡേഷൻ പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് സിലിണ്ടർ ക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ കർശനമാക്കിയത്. നിശ്ചിത തീയതിക്കകം KYC നൽകാത്തവർ ഗാർഹിക സിലിണ്ടറിന് വാണിജ്യ വില നൽകേണ്ടി വരുമെന്നാണ് നേരത്തെ റിപ്പോർട്ടുകൾ വന്നത്. ഓഗസ്റ്റ് 16 വരെയായിരുന്നു പല മെസ്സേജുകളിലും സമയം നൽകിയിരുന്നത്. എന്നാൽ KYC പൂർത്തിയാക്കുവാനുള്ള സമയപരിധി 23 വരെ നീട്ടിയതായി BPCL അറിയിച്ചിട്ടുണ്ട്. IOCL അതുപോലെ HPCL എന്നിവ നീട്ടുന്നത് സംബന്ധിച്ച് അറിയിപ്പൊന്നും നൽകിയിട്ടില്ല. രാജ്യത്താകെയുള്ള ഗാർഹിക ഉപഭോക്താക്കളിൽ 30% വ്യാജ കണക്ഷനുകളാണെന്നാണ് പെട്രോളിയം മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. അടുത്ത അറിയിപ്പ്, ക്ഷേമ പെൻഷനുകൾ ബാങ്ക് അക്കൗണ്ടുകൾ വഴി വിതരണം ചെയ്യാനുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നതിനാൽ ബാങ്ക് അക്കൗണ്ടുകൾ ആക്റ്റീവാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കൂടാതെ ഓഗസ്റ്റ് മാസത്തിലെയും സെപ്റ്റംബറിലെയും പെൻഷൻ വിതരണത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. സാധാരണയായി മാസത്തിലെ 24-ാം തീയതിയോടെ നൽകുന്ന പെൻഷൻ ഓണം പ്രമാണിച്ച് ഈ ആഴ്ച തന്നെയോ അല്ലെങ്കിൽ 3-ാം ആഴ്ചയുടെ തുടക്കത്തിലോ വിതരണം ചെയ്യാനാണ് സർക്കാരിന്റെ നീക്കം. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.